കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് ബാർക്കോഴയേക്കാൾ വലിയ അഴിമതി എന്ന് വിലയിരുത്തുകയാണ് CPIM മുഖപത്രമായ ദേശാഭിമാനി. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് VD സതീശൻ ചുക്കാൻ പിടിക്കുന്നത് അഴിമതിക്കെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗം. മദ്യലോബിയുടെ ചട്ടുകമായി UDF സർക്കാർ മാറിയിരിക്കുന്നു. മദ്യവിരുദ്ധത പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗും അഴിമതിക്ക് കുഴ പിടിക്കുന്നുവെന്നും മുഖപത്രത്തിൽ വിമർശനമുണ്ട്. അനുരു അശോകനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. അനുരു, മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഇതല്ലാതെ ഞാൻ ഒറ്റക്കെടുത്തൊരു തീരുമാനമല്ല, അതിന് UDF തീരുമാനിക്കും, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് നമ്മൾ വയ്ക്കുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്, ദേശാഭിമാനി വിലയിരുത്തുന്നത്? സേതു, ഇന്നലെ തന്നെ ഈ മദ്യനികുതി വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനി ഇത്തരമൊരു മദ്യനികുതി, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം രണ്ടാം ബാർക്കോഴയാണോ എന്നൊരു സംശയം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം LDF സർക്കാരിൻ്റെ കാലത്താണ് കർഷകരെ സഹായിക്കുന്നതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായ അബ്കാരി ചട്ടങ്ങളിലെ വിദേശ മദ്യ നികുതി ഇളവിലടക്കം ഭേദഗതികൾ വരുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇതിലെ ഒരു അപകടം തിരിച്ചറിഞ്ഞ LDF സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ഈ പദ്ധതിയിൽ അനക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഇതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. എത്ര കിട്ടി എന്നുള്ളതായിരുന്നു ഇടത് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ചോദിച്ചത്. അതേ ചോദ്യമാണ് ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് എത്ര കിട്ടി എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെ ഇതിനെ അഴിമതി എന്ന് പറയുമ്പോൾ അതേ പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മുന്നണിയിലോ പാർട്ടിയിലോ എന്തിന് ആ വകുപ്പ് മന്ത്രി പോലും പറയാതെ ബഡ്ജറ്റിലാണ് ഇത്തരത്തിലൊരു നികുതി നിർദ്ദേശം കൊണ്ടുവരുന്നത് എന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. കൂടാതെ ഇത് മദ്യ ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പദം VD സതീശൻ ദുരുപയോഗം ചെയ്തതെന്ന് പറയുന്നു. കൂടാതെ 251% നികുതിയിൽ നിന്ന് 120% നികുതിയിലേക്ക് എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ദേശാഭിമാനിയിലെ വിമർശനം. കൂടാതെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗ് അടക്കമുള്ളവർ ഇത്തരം ഒരു കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. കൂടാതെ മദ്യ കമ്പനികൾക്ക് വഴിവിട്ട സഹായമാണ് മുഖ്യമന്ത്രിയായ VD സതീശൻ നൽകിയത്. കാരണം 2 മണിക്കൂർ 57 സെക്കൻഡ് കൊണ്ട് 7 ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തു നിന്നാണ് ഈ ഫയലുകൾ ദ്രുതഗതിയിൽ നീങ്ങിയത്. ഇത് അഴിമതിക്കുള്ള ആഴം വ്യക്തമാക്കുന്നതാണെന്ന് പറയുന്നു. കൂടാതെ LDF സർക്കാർ മാറ്റിവെച്ച ഫയലാണ് ഇത്തരത്തിൽ വീണ്ടും വിളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മദ്യലോബിക്കുള്ള വഴിവിട്ട സഹായമാണെന്നടക്കമുള്ള ആരോപണങ്ങൾ ദേശാഭിമാനി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പദ്ധതിയിൽ അഴിമതി മണക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് CPIM മുഖപത്രമായ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വെളിപ്പെടുത്തുന്നത്. ചെയ്തു. ഓക്കെ, അനുരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.